ഹലോ ഗൈസ്, ഇവിടെ വന്നിട്ടൊരു 6-7 ദിവസം കൂടി ഉണ്ടെങ്കിലും നമ്മൾ ഇന്നൊരു ദിവസമാണ് പൂളിലേക്ക് വന്നത്. ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ പല വീഡിയോ പല ടൈമിൽ ഇങ്ങനെ എടുക്കുന്നുണ്ടും പല സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ടൊക്കെ ആദ്യത്തെ 2 ദിവസമൊക്കെ 2-3 വീഡിയോ ഒക്കെ ഇട്ടു. അതിനുശേഷം ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇതേ നമ്മുടെ കുറേ നമ്മൾ ഡയമണ്ട് പർച്ചേസിലാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ഒരു ടീമിലുള്ള കുറച്ച് പേരൊക്കെ ആ സമയത്ത് 1-2 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ, ലിൻഡേച്ചി, പിന്നെ നമ്മുടെ ഹൈമ, അങ്ങനെ കുറച്ച് പേര്, ഗൗതമി, ഞങ്ങളെല്ലാവരും കൂടെ പൂളിലിറങ്ങി എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം പോകാമെന്നൊക്കെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് നേരം കിട്ടുള്ളൂ, ഒരു അരമണിക്കൂർ പോലും ഉണ്ടായില്ല. കാരണം പിന്നെ പെട്ടെന്ന് വന്നിട്ട് റെഡി ആയിട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല. ഞാൻ നോക്കിയിട്ട് വീട്ടിലത്തെ പോലെ തന്നെ അടുക്കളയിൽ പണി ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓട്ടം തന്നെ ഓട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതേ പെട്ടെന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 9:30 ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഇതേ ഞാൻ എൻ്റെ പൂളിൽ പോയിട്ട് എൻ്റെ വാച്ച് തപ്പുകയാണ്. ഞാൻ പൂളിൽ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പം സൈഡിൽ ഊരി വെച്ച് അത് മിസ്സായി. എനിക്ക് കിട്ടിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഇനി എനിക്ക് റിസപ്ഷനിൽ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കണം, ഇല്ലെങ്കിൽ എൻ്റെ വാച്ച് പോയി ഗൈസ്. എനിക്ക് വാച്ച് കെട്ടാനൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു വാച്ചായിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ. അത് കിട്ടാൻ പ്രാർത്ഥിക്കണേ. പിന്നെ ഇതേ നമ്മുടെ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഒരു 100-150 ഡിഷുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷെ നമുക്കതിലൊരു 10 പോലും കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഓരോ സ്പൂണൊക്കെ എടുത്തിട്ടാണ് കുറേയെല്ലാം ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഐറ്റംസ്. നമ്മളെന്തായാലും ഒരു ഹോട്ടലിലും പോയിട്ട് ഇങ്ങനെയൊന്നും ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകുന്നില്ല. സൈമോൾ ചേച്ചി യോഗട്ടും അതും ഇതൊക്കെ എടുത്തിട്ട് തട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. തണ്ണിമത്തൻ, പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കട്ട് ചെയ്ത്, നമുക്ക് പേരറിയാത്ത ഫ്രൂട്ട്സ് പോലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വലിയ ജാടയ്ക്ക് വെട്ടിയടിക്കും. 2-3 പീസൊക്കെ. ഇതേ മിൽക്ക് ഷേക്കോ ഏതാണ്ടൊക്കെ എൻ്റെ ചേച്ചി കുടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ഈ ആഹാരം കണ്ടിട്ടില്ലാത്തവർ കാണൂലേ, അതുപോലെ. പക്ഷെ ഭയങ്കര ഡീസൻ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് മാത്രമേ കഴിക്കുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്ന കുറേ ആൾക്കാരാണ്. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ എപ്പോഴും കിട്ടാത്തൊരു കാര്യമാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. സായ്മോൾ ചേച്ചി ഗോൾഡിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചേച്ചി വേറെ വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി. ഇനി ഉള്ളിൽ കയറി കെട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഇതേ വൈകുന്നേരം ഒരു 7 മണി 8 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് പോരും. റൂമിൽ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. അങ്ങനെ ഇതേ അവിടെ നിന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വലിയ വിശേഷങ്ങളും കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇങ്ങനെ സ്പേസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ല. എന്തായാലും മുംബൈയിൽ 7 ദിവസം തകർത്തുകൊണ്ടിരിക്കുകയാണ്.